5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ലോകവാസം വെടിഞ്ഞ ആവിലായിലെ വിശുദ്ധ അമ്മ തെരേസ്യായുടെ അഴികാത്ത ഭൗതിക ശരീരത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ വീണ്ടും വിശുദ്ധയുടെ മൃതകുടീരം തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. വിശുദ്ധയുടെ ഭൗതിക ശരീരം ഇന്നും അഴുകാതെ തുടരുന്നു. കഴിഞ്ഞ ദിനം സ്പെയിനിലെ ആവില രൂപതയാണ് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വിശുദ്ധയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് ആൽബ ഡി ടോർമസിലെ കാർമലൈറ്റ് മൊണാസ്ട്രിയിലാണ്. ഇന്ന് വിശുദ്ധ അമ്മ തെരേസ്യായുടെ മൃതകുടീരം തുറക്കപ്പെട്ടു. 1914 അവസാനമായി തുറന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെ വിശുദ്ധയുടെ ശരീരം ഇന്നും തുടരുന്നുവെന്ന് ഡിസ്കാൽ കർമലിത്ത ഓർഡറിന്റെ പോസ്റ്റലേറ്റർ ജനറൽ ഫാദർ മാർക്കോ ചിസ വെളിപ്പെടുത്തുന്നു. ഫ്രാൻസിസ് പാപ്പ വിശുദ്ധരുടെ നടപടികൾക്കായുള്ള ഡിക്കാസ്റ്ററി മുഖേനയുള്ള അംഗീകാരവും ഇതിന് നൽകിയിട്ടുണ്ട്. ആൽബ ഡി ടോർമസിന്റെയും സലാമംഗയുടെയും കാർമലൈറ്റ് പ്രയോർ ഫാദർ മിഗ്വൽ ഏഞ്ചൽ ഗോൺസാലസ് ഈ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കിയതെന്ന് വിശദീകരിച്ചു. ജനറൽ പോസ്റ്റലേറ്റർ ഓഫ് ദി ഓർഡറും സഭാ ട്രിബ്യൂണലിലെ അംഗങ്ങളും കുറച്ച് കർമ്മലിത്ത സന്യാസിനികളും ചേർന്ന് തിരുശേഷിപ്പുകൾ പഠനത്തിനായി നിശ്ചയിച്ച സ്ഥലത്തേക്ക് നീക്കി. സ്തോത്രഗീതം പാടിക്കൊണ്ടാണ് ഇപ്രകാരം ചെയ്തത്. വത്തിക്കാനിൽ നിന്ന് ആവിലായിലെ വിശുദ്ധ തെരേസയുടെ ഭൗതികാവശിഷ്ടങ്ങൾ കാനോനികമായി അംഗീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പരിപാടി നടക്കുന്നതെന്ന് രൂപത വിശദീകരിച്ചു. സ്പാനിഷ് പട്ടണമായ റോണ്ടയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധയുടെ ശരീരം, ഹൃദയം, ഒരു കൈപ്പത്തി എന്നിവയുടെ മേലുള്ള പഠനത്തിനും ഗവേഷണത്തിനുമായി ആൽബ ഡി ടോർമസിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആഗസ്റ്റ് 28 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് നടക്കുന്നത്. പഠനങ്ങൾക്കായി വിശുദ്ധ അമ്മ തെരേസ്യായുടെ കല്ലറയുടെ മാർബിൾ സ്ലാബ് ആദ്യം നീക്കം ചെയ്തതായും തുടർന്ന് പഠനത്തിനായി നീക്കിവെച്ച മുറിയിൽ വെച്ച് ശാസ്ത്ര മെഡിക്കൽ സംഘത്തിൻ്റെയും സഭാ കോടതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ മാത്രമാണ് വെള്ളിക്കല്ലറ തുറന്നതെന്നും രൂപതാധികൃതർ വ്യക്തമാക്കി. സ്വർണ്ണപ്പണിക്കാരായ ഇഗ്നാസിയോ മൻസാനോ മാർട്ടിൻ, കോൺസ്റ്റാന്റിനോ മാർട്ടിൻ ജെയിൻ എന്നിവരുടെ സഹായത്തോടെയാണ് മൃതകുടീരം തുറന്നത്.